ഇന്നത്തേതൊരു ചിക്കൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് മസാല വറുത്തെടുക്കാം. അതിനായി ഒരു ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരുംജീരകം, 1 കഷ്ണം ജാതിപത്രി, 1 കഷ്ണം പട്ട, 1 തക്കോലം, 5 ഗ്രാമ്പൂ, പിന്നെ 5 ഏലക്കായ്, 1 ടീസ്പൂണ് കുരുമുളക്. ഇതൊക്കെ ഒന്ന് വറുക്കട്ടോ. ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 5-6 എരിവുള്ള മുളക്, ഒരു 4-5 എരിവില്ലാത്ത മുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂണും കൂടെ ഉലുവയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഈ കറിവേപ്പില ഇതങ്ങനെ പിരി ആവും. ഈ കറിയിലേക്ക് കുറച്ച് വറുത്ത തേങ്ങൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അതിനെ ഒരു പിടി തേങ്ങ വെളിച്ചെണ്ണയിലേക്കിട്ട് ഒന്ന് വറുക്കാം. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇത് വറുത്തിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരും. കരിയാതെ ബ്രൗൺ കളർ ആക്കണം. ഇതാണ് അതിൻ്റെ ഒരു പരുവ. ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് മാറ്റി വെക്കാം. ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും കൂടെ ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കാം. അതിലേക്ക് നല്ല തിന്നായി സ്ലൈസ് ചെയ്ത് വെച്ച 2 പിടിയോളം ഉള്ളിട്ടെടുക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് വലിയ പ്രോസസ്സാണ്. പക്ഷേ വളരെ സിമ്പിളാണ്. നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ. ഉള്ളി ഇതങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. പെട്ടെന്ന് തന്നെ അത് കളറ് മാറാൻ തുടങ്ങും. ഇതിങ്ങനെ ഒരു ഗോൾഡൻ കളർ ആകുമ്പം തന്നെ മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇതിലുള്ള അധികം എണ്ണ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതും, ഒരു കഷ്ണം പട്ട, ഒരു തക്കോലം, 4-5 ഗ്രാമ്പും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റാം. ഇനി അതിലേക്ക് ഇട്ടെടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ്. അതും കൂടെ ഇട്ടൊന്ന് വഴറ്റി ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റാട്ടോ. പിന്നെ അതിലേക്ക് ചേർത്തെടുക്കേണ്ടത് ഒരു 2 തക്കാളി കട്ട് ചെയ്തതാണ്. കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റി വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഉപ്പിട്ടാൽ തക്കാളി വേഗം വെന്ത് കിട്ടും. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഈ വറുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കിയ ശേഷം ക്ലീൻ ആക്കി വെച്ച ചിക്കനും കൂടെ ഇട്ടെടുത്ത് നല്ലപോലെ ചിക്കനിൽ മസാല പിടിക്കുന്ന വിധം മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് എണ്ണ തെളിയണത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ മിക്സാക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് ആ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കൂടെ ഇട്ടെടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ച ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നല്ല കിലികിലെന്ന് പറയുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഇതൊന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടെടുത്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തെടുക്കാം. നീർദോശ ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പച്ചരി വെള്ളത്തിൽ പുതിർത്തിയതും, ഒരു 1/4 കപ്പ് തേങ്ങ, പിന്നെ 1/4 കപ്പ് അവിൽ വെള്ളത്തിൽ കുതിർത്തതുമാണ് വേണ്ടിയത്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം.
പിന്നെ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ലൂസ് പരുവത്തിൽ ആക്കിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ലൂസായിട്ട് കിട്ടും. നല്ല ചൂടായ തവയിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എന്നെ അറിയിക്കണേ. ഈ കറി ദോശയ്ക്ക് മാത്രമല്ല, പൊറോട്ട, ചപ്പാത്തി, ചോറിനൊക്കെ ബെസ്റ്റാണ്. എന്നാൽ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.